Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്നത്തെ ക്യാമ്പിന്റെ ഉദ്ദേശമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഫയർ ഫൈറ്റിന്റെ ട്രെയിനിങ് തരിക എന്നുള്ളത്. എവിടെയും പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായാൽ നിങ്ങൾക്ക് തീയണയ്ക്കാൻ പറ്റണം, ജീവൻ പണയം വെച്ച് ബാക്കിയുള്ളവരെ രക്ഷിക്കുകയും വേണം. ഇപ്പൊ നോക്കൂ, ഈ തീയെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ച് എങ്ങനെ അണയ്ക്കാമെന്ന്. ഇതാ നോക്കൂ, ഇങ്ങനെയാണ് തുറക്കേണ്ടത്. പിന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്തിൽ നിന്ന് ഫോം പുറത്തേക്ക് വരും. അങ്ങനെ നമുക്ക് തീ അണയ്ക്കാം. ഇങ്ങോട്ട് തരൂ, ഞാൻ ട്രൈ ചെയ്യാം. ഓ സോറി, എന്റെ കൈ ഞാൻ പോലും അറിയാതെ പ്രവർത്തിച്ചതാ. വെരി സോറി. ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വെള്ളത്തിന്റെ ടാങ്കിൽ നിന്ന് പൈപ്പ് എടുത്ത് തീ അണയ്ക്കാനുള്ള വഴികൾ. ഞങ്ങൾക്കത് അറിയാം സാർ. ഞങ്ങൾ ഇതിനു മുമ്പ് പലവട്ടം വെള്ളത്തിന്റെ ടാങ്കുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാ ശരി, ഒന്ന് കാണിച്ചേ. താഴെ ഇറക്കന്നെ, താഴെ ഇറക്ക്. എന്തിനാ നിങ്ങൾ രണ്ട് പുറകെ നടന്ന് എന്നെ ഉപദ്രവിക്കുന്നത്? വെള്ളം പെട്ടെന്ന് നിർത്ത്, വെള്ളം നിർത്ത്. വെള്ളം ഓടാക്ക്, വെള്ളം ഓടാക്ക്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ഇവന്മാരായാലും ഒന്ന് പറഞ്ഞു വിടോ. രക്ഷിക്കണേ. മോട്ടു പത്രു, നിങ്ങളൊന്ന് സൈഡിലേക്ക് മാറി നിന്നേ. ഇനി ടീം ലീഡറിനെ അങ്ങനെ ഉപദ്രവിക്കരുത്. മതി. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സേഫ്റ്റി നെറ്റ് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ആ താഴെ നിൽക്കുന്നവർ പിടിക്കുന്നത് പോലെ. ആരൊക്കെയാണ് സേഫ്റ്റി നെറ്റ് പിടിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പറയൂ. ഞാൻ ചെയ്യാം. ഓക്കേ, നല്ല ശക്തിയായിട്ട് പിടിക്കണം. എന്നിട്ട് കണ്ടോളൂ ഞാൻ എങ്ങനെയാ ചാടുന്നതെന്ന്. ഒരു മിനിറ്റ്. നിങ്ങൾ എന്തിനാ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കുന്നത്? സേഫ്റ്റി നെറ്റ് എന്തിനാ വിട്ടത്? ഞാൻ ഇതാണ് ചോദിക്കാൻ വന്നത്. ഈ സേഫ്റ്റി നെറ്റ് നല്ല ബലമുള്ളതാണോന്നാ? ബലമില്ലെങ്കിൽ പിന്നെ ഞാനെടുത്ത് ചാടുവോടോ മണ്ട. പെട്ടെന്ന് പോയിക്കോ ഇവിടുന്ന്. നിങ്ങളെ ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ ഒരു മിനിറ്റ് പോലും അനുവദിക്കയില്ല. ഇല്ലെങ്കിൽ ട്രെയിനിങ് നിർത്തും. പോ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇവിടുന്ന് പോയിട്ട് ദൂരെ പോയി നിക്ക്, അല്ലെങ്കിൽ ഇവര് ട്രെയിനിങ് നിർത്തി വെക്കും ബ്രോ. സംഭവിച്ചതൊന്നും ശരിയല്ല പത്ലു. പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വരൂ, നമുക്ക് ചെന്ന ടാങ്കറിനകത്ത് ഒളിച്ചിരിക്കാം പത്ലു. എന്നിട്ട് അയാൾ പഠിപ്പിക്കുന്നത് നോക്കാം. ഇങ്ങോട്ട് നോക്കൂ, ഈ ഏണിയെ വളരെ മുകളിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഉയരമുള്ള ബിൽഡിംഗിൽ നിന്നും നമുക്ക് ആളുകളെ രക്ഷിക്കാൻ കഴിയും. ഓ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താ പഠിപ്പിക്കുന്നതെന്ന്? രക്ഷിക്കണേ. ഇതെന്താ സംഭവിക്കുന്നത്? നിർത്ത്. അകത്താരാടാ? നിർത്ത്. വീണ്ടും എന്തോ സംഭവിച്ചു എന്ന് തോന്നുന്നു. താഴെ ഇറക്ക്. ജീവന് കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ. ഇതെന്താ നടക്കുന്നത്? ഇതെന്താ നടക്കുന്നത്? അയ്യോ, എന്താ ഇത്? അയ്യോ, ആരെങ്കിലും വണ്ടി നിർത്തോ? പത്ലു, നമ്മുടെ ലീഡർ ഏണിയുടെ മുകളിൽ കുടുങ്ങിയിരിക്കുക. ഈ ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. എല്ലാവർക്കും ഫയർ ഫൈറ്റർ ആകാനുള്ള ആഗ്രഹമുണ്ട്. ഞാനിന്ന് ആ കാണുന്ന കാടിന് തീ വെക്കാൻ പോവാ. എല്ലാവരും തീ അണയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മള് ഫുർഫുരി നഗരത്തിൽ സമാധാനത്തോടെ കൊള്ളയടിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. വളരെ നല്ല ഐഡിയ. വേഗം
വേഗം വന്നേ, കാട്ടില് തീ പിടിച്ചിട്ടുണ്ട്. ഇനിയും തീ കൂടിക്കഴിഞ്ഞാൽ അത് ഫുർഫുറെ നഗരത്തെ ബാധിക്കും. ആ ചിങ്കം സാറേ നിൽക്കൂ. നിങ്ങളോട് ഞാൻ ബൈക്കിലല്ലേ ഇരിക്കാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ഈ റോഡിലിരിക്കുന്നത്? രണ്ടാള് വേഗം കേറി ഇരുന്നേ. ഏ കാടേ, ഞങ്ങളിതാ വരുന്നു തീനെ അടയ്ക്കാൻ വേണ്ടി. ആ ചിങ്കം സാറേ, ഹലോ, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എന്റെ അമ്മോ, അത് എന്റെ ഡയലോഗ് ആണല്ലോ. നിങ്ങൾ വെറുതെ അങ്ങനെ റോഡിലിരുന്ന് എന്റെ സമയം കളയല്ലേ. വണ്ടി കയറ്. ആ അയ്യോ, ഓടിക്കോ. പോകാ. ഇപ്പൊ എല്ലാവരും തീയണയ്ക്കുന്ന തിരക്കിലാണ്. വരൂ, നമുക്ക് നമ്മുടെ ജോലി നോക്കാം. ജോണായിരിക്കും ഡോൺ, ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. പെട്ടെന്ന് ആ വെള്ളം ഒന്ന് ഓണാക്ക്. ശരി. സാറേ, നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദേ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇതുവരെ എനിക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പൊ വിഷമം തുടങ്ങി. സാർ, നിങ്ങൾ വെള്ളത്തിന്റെ പൈപ്പ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല? ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. മുഴുവൻ കാട്ടിലും വെള്ളം എത്തില്ല. എങ്ങനെയെങ്കിലും മുകളിൽ നിന്ന് വെള്ളമോ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ഫോമോ ഒഴിച്ചില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും. ഞാൻ ഈ പൈപ്പൊക്കെ ഒന്ന് ചുറ്റി വെക്കാം. അപ്പോഴേക്കും നിങ്ങൾ മോളിൽ നിന്ന് വെള്ളം ഒഴിക്കാനുള്ള ഐഡിയ ഒന്ന് ആലോചിച്ച് വെക്കാം. എന്താണ് ഈ ചെയ്യുന്നത്? സർ, ഞാൻ ഈ പൈപ്പുകളൊക്കെ ചുറ്റി വെച്ചു കേട്ടോ. എനിക്കതറിയാം. നിങ്ങൾ രണ്ടും എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഓ സോറി സർ, വെരി സോറി സർ. എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. എന്നിട്ട് എന്നെ ഒന്ന് വെറുതെ വിട്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലൂ? നീ തന്നെ ആലോചിക്കേ, ഈ തീ എങ്ങനെയാ നമ്മൾ അണയ്ക്കുക? ഐഡിയ. വരൂ, മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ച് തീ അണയ്ക്കാം നമുക്ക്. ഇവന്മാർ രണ്ടും എന്നെ മുകളിലേക്ക് അയച്ചിട്ടേ അടങ്ങുമെന്നാ തോന്നുന്നേ. അതെ, ഈ കരച്ചിലും പിടിച്ചിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് വെള്ളം എടുത്ത് ഒഴിക്കാൻ നോക്ക്. ഇറക്ക്. ഇത് ഫ്ലൈയിങ് ടാങ്കർ അല്ല മമ്മി. പത്തിലു, ഇവിടെ വെള്ളം കുറഞ്ഞോണ്ടിരിക്കുക. ടാങ്കറിന് താഴെ മാത്രമേ വെള്ളമുള്ളൂ. അതുകൊണ്ടാ പൈപ്പിലൂടെ വെള്ളം വരാത്തത്. ടാങ്കറിനെ തിരിച്ചിട്ടാലോ? മമ്മി പ്ലീസ്, മമ്മി വേണ്ട, വണ്ടി തിരിക്കരുത്.
പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് തന്നെയാ. മോട്ടു പത്ലുവിന്റെ കൂടെ ഒരു കാര്യവും നേരെ ചൊവ്വെ പോവില്ല ചങ്ക്. എന്റെ അമ്മോ, നിങ്ങൾ വെറുതെ അങ്ങനെ ഒച്ച വെക്കല്ലേ. എന്റെ കൈ ചിലപ്പോ പിടിവിട്ട് പോകും. പത്ലു, സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം. ആ കൊള്ളാലോ, തീയൊക്കെ അണഞ്ഞല്ലോ. പത്ലു, ഇനി ടാങ്കർ നേരെ ആയിക്കോളൂ. പത്ലു, അങ്ങോട്ട് നോക്കൂ. ജോൺ എത്ര ബാഗുകളായിട്ട് അവിടെ നിൽക്കുന്നെന്ന്. എനിക്ക് തോന്നുന്നത് ഫുർഫുറി നഗരം മുഴുവൻ ഇവൻ തുടച്ചെടുത്തെന്നാ. വരൂ, അവനോട് ഒരു ഹലോ പറഞ്ഞേക്കാം. എനിക്ക് അബദ്ധം പറ്റി പോയതാ, എന്നോട് ക്ഷമിക്ക്. ഇനി ഇത് ആവർത്തിക്കില്ല. സോറി സോറി, ഞാൻ സറണ്ടർ ചെയ്തോളാം. പോലീസ് പോലീസ് പോലീസ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. മോട്ടു പത്ലു, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങൾ തീ അണച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും വളരെ വ്യത്യസ്തരാണ്. നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ വളരെ ധൈര്യശാലികളാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഫയർ ഫൈറ്ററുടെ സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. പിന്നെ സർക്കാരിൽ നിന്ന് സമ്മാനവും വാങ്ങിത്തരും. താങ്ക് യു സർ. Watch India's largest kids library only on Jio Hotstar. Download the app now.